അറിഞ്ഞില്ലേ എന്താ ഏനി വിവരം അറിയാൻ ഈ ഭൂമി മലയാളത്തിൽ മേനെ മാത്രമേ ബാക്കിയുള്ളൂ. എന്താടോ? ഗ്രീഷ്മ പ്രതീക്ഷിച്ച കാര്യങ്ങൾ തന്നെയാണ് കോടതിയിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അത് എഴുതി തയ്യാറാക്കി കോടതിക്ക് നൽകുകയായിരുന്നു. എടി പെണ്ണെ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. അതിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് താൻ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ട്, തനിക്ക് കൂടുതൽ പഠിക്കാനുണ്ട്. നീ ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. ഈ ബിരുദാനന്തര ബിരുദം അടക്കം നേടിയതിന്റെ സർട്ടിഫിക്കറ്റുകൾ ഇപ്പോൾ ഗ്രീഷ്മ കോടതിയിൽ ഹാജരാക്കി. ഈ രേഖാമൂലം നൽകിയ ആവശ്യങ്ങൾ കൂടാതെ അതിനൊപ്പം തന്നെ 24 വയസ്സ് മാത്രമേ തനിക്ക് പ്രായമുള്ളൂ, മറ്റ് ക്രിമിനൽ പശ്ചാത്തലമില്ല എന്നും ഗ്രീഷ്മ പറയുന്നുണ്ട്. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ രാമദാസ മോനെ, നീ പറയുന്നത് നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. എനിക്ക് വായി തോന്നുന്നറിയാൻ പറയും. ഗ്രീഷ്മ ആവശ്യപ്പെട്ടിരിക്കുന്നത് ശിക്ഷയിൽ പരമാവധി ഇളവ് വേണം എന്നുള്ളതാണ്. കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. പേടിച്ചിട്ടാ, പണ്ട് എനിക്ക് അങ്ങനെയാ, പേടിച്ചെനിക്ക് കണക്കേറ്റി പോകും. തന്റെ വിദ്യാഭ്യാസ യോഗ്യതയും തുടർന്ന് പഠിക്കണമെന്നുള്ള ആവശ്യവും അതിനൊപ്പം തന്നെ തന്റെ പ്രായക്കുറവും തനിക്ക് ക്രിമിനൽ പശ്ചാത്തലമില്ല എന്നുള്ള കാര്യവുമാണ്. മൈ ഗോഡ്, സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്. ഇപ്പോൾ അപൂർവങ്ങളിൽ അപൂർവമായ കേസായിട്ട് ഇതിനെ പരിഗണിക്കണം എന്ന് പ്രോസിക്യൂഷൻ വാദിക്കുമ്പോൾ അത് ക്യാപിറ്റൽ പണിഷ്മെന്റ് വേണം എന്നുള്ള ഒരു ആവശ്യത്തിലേക്ക് പ്രോസിക്യൂഷൻ പോകാനുള്ള സാധ്യതയാണ് ചൂണ്ടിക്കാട്ടുന്നത്. അപൂർവങ്ങളിൽ അപൂർവമായി ഈ കേസ് കാണണം എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറയുന്ന തൂക്കുകയർ വിധിക്കാനുള്ള സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അപൂർവങ്ങളിൽ അപൂർവമായി പരിഗണിക്കണമെന്നുള്ള പ്രധാനപ്പെട്ട വാദം ഇപ്പോൾ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്, ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. പ്രണയം നടിച്ച് അതൊരു വഞ്ചനയിലേക്ക് കൊണ്ടുപോയി ആ ചെറുപ്പക്കാരനെ കൊല്ലാനുള്ള പദ്ധതി തയ്യാറാക്കി അത് നടപ്പാക്കി എന്നുള്ള കാര്യം സൂചിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ ഒരു ചെറുപ്പക്കാരനെ അല്ല കൊന്നിരിക്കുന്നത്, സ്നേഹമെന്ന് പറയുന്ന വികാരത്തെയാണ് പ്രതി കൊലപ്പെടുത്തിയിരിക്കുന്നത്. അത് സുഖദമാടി, കണ്ണിൽ ചോരയില്ലാത്ത തെണ്ടി, എന്ത് തോന്നിവാസവും കാണിക്കാൻ മടിയില്ലാത്ത ഒരു അലവലാതി. ഇനിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാ. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. വരട്ടെ.